അദ്ധ്യായം 16 അൻ-നഹ്ൽ മക്കയിൽ അവതരിച്ചത്. 68, 69 സൂക്തങ്ങളിൽ തേനീച്ചയെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ അദ്ധ്യായ നാമത്തിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിന്റെ കൽപ്പന വരാനായിരിക്കുന്നു, എന്നാൽ നിങ്ങളതിന് ധൃതി കൂട്ടേണ്ട. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറൂ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ തന്റെ കൽപ്പനപ്രകാരം സത്യസന്ദേശമാകുന്ന ചൈതന്യവും കൊണ്ട് മലക്കുകളെ അവൻ ഇറക്കുന്നു. ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ നിങ്ങൾ എന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് നിങ്ങൾ താക്കീത് നൽകുക എന്നത്രേ ആ സന്ദേശം. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് തആല അമ്മാ യുശ്രികൂൻ. ആകാശങ്ങളും ഭൂമിയും അവൻ യുക്തിപൂർവം സൃഷ്ടിച്ചിരിക്കുന്നു. അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യനെ അവൻ ഒരു ബീജകണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് അവനതാ വ്യക്തമായ എതിർപ്പുകാരനായിരിക്കുന്നു. വൽഅൻആമ ഖലഖഹാ ലകും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അവയിൽ തണുപ്പകറ്റാനുള്ള കമ്പിളിയും മറ്റു പ്രയോജനങ്ങളുമുണ്ട്. അവയിൽ നിന്നു തന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വലകും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. നിങ്ങൾ വൈകുന്നേരം ആലയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന സമയത്തും നിങ്ങൾ മേയാൻ വിടുന്ന സമയത്തും അവയിൽ നിങ്ങൾക്ക് കൗതുകമുണ്ട്. വതഹ്മിലു അത്ഖാലകും ഇലാ ബലദിൻ ലം തകൂനൂ ബാലിഗീഹി ഇല്ലാ ബിശിഖ്ഖിൽ അൻഫുസി ഇന്ന റബ്ബകും ലറഊഫുർ റഹീം. ശാരീരിക ക്ലേശത്തോടുകൂടിയല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താനാകാത്ത നാട്ടിലേക്ക് അവ നിങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടു പോകുകയും ചെയ്യുന്നു. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. വൽഖൈല വൽബിഗാല വൽഹമീറ ലിതർകബൂഹാ വസീനതൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. കുതിരകളെയും കോവർ കഴുതകളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അവയെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കുവാൻ അലങ്കാരത്തിനു വേണ്ടിയും നിങ്ങൾക്കറിവില്ലാത്തതും അവൻ സൃഷ്ടിക്കുന്നു. വഅലല്ലാഹി ഖസ്ദുസ് സബീലി വമിൻഹാ ജായിർ വലൗ ശാഅ ലഹദാകും അജ്മഈൻ. അല്ലാഹുവിന്റെ ബാധ്യതയാകുന്നു നേരായ മാർഗം കാണിച്ചു തരിക എന്നത്. മാർഗങ്ങളുടെ കൂട്ടത്തിൽ പിഴച്ചവയുമുണ്ട്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെയെല്ലാം അവൻ നേർവഴിയിലാക്കുമായിരുന്നു. ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ലകും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. അവനാണ് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത്. അതിൽ നിന്നാണ് നിങ്ങളുടെ കുടിനീര്. അതിൽ നിന്നു തന്നെയാണ് നിങ്ങൾക്ക് കാലികളെ മേക്കുവാനുള്ള ചെടികളുമുണ്ടാകുന്നത്. യുൻബിതു ലകും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات
إن في ذلك لآية لقوم يتفكرون. ആ വെള്ളം മൂലം ധാന്യവിളകളും ഒലീവും ഈന്തപ്പനയും മുന്തിരികളും നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നു. എല്ലാത്തരം ഫലവർഗങ്ങളും അവൻ ഉൽപ്പാദിപ്പിച്ചു തരുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لقوم يعقلون. രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. നക്ഷത്രങ്ങളും അവന്റെ കൽപ്പനയാൽ വിധേയമാക്കപ്പെട്ടത് തന്നെ. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. وما ذرأ لكم في الأرض مختلفا ألوانه إن في ذلك لآية لقوم يذكرون. നിങ്ങൾക്കുവേണ്ടി ഭൂമിയിൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽ അവൻ സൃഷ്ടിച്ചുണ്ടാക്കി തന്നിട്ടുള്ളവയും അവന്റെ കൽപ്പനയ്ക്ക് വിധേയം തന്നെ. ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. നിങ്ങൾക്ക് പുതുമാംസം എടുത്തു തിന്നുവാനും നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങൾ പുറത്തെടുക്കുവാനും പാകത്തിൽ കടലിനെ വിധേയമാക്കിയവനും അവൻ തന്നെ. കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർന്നു മാറ്റിക്കൊണ്ട് ഓടുന്നതും നിനക്ക് കാണാം. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുവാനും വേണ്ടിയാണ് അവനത് നിങ്ങൾക്ക് വിധേയമാക്കി തന്നത്. وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വഴി കണ്ടെത്തുവാൻ വേണ്ടി നദികളും പാതകളും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. وعلامات وبالنجم هم يهتدون. പുറമെ പല വഴിയടയാളങ്ങളും ഉണ്ട്. നക്ഷത്രം മുഖേനയും അവർ വഴി കണ്ടെത്തുന്നു. أفمن يخلق كمن لا يخلق أفلا تذكرون. അപ്പോൾ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവരെ പോലെയാണോ? നിങ്ങൾ എന്താണ് ആലോചിച്ച് മനസ്സിലാക്കാത്തത്? وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കാനാവില്ല. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെ. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅലിനൂൻ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ്. അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. ഏത് സമയത്താണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർ അറിയുന്നുമില്ല. ഇലാഹുകും ഇലാഹു വാഹിദ് ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഖുലൂബുഹും മുൻകിറതുൻ വഹും മുസ്തക്ബിറൂൻ. നിങ്ങളുടെ ദൈവം
ഏകദൈവമത്രേ. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ അവരുടെ ഹൃദയങ്ങൾ നിഷേധ സ്വഭാവമുള്ളവയത്രേ. അവർ അഹങ്കാരികളുമാകുന്നു. لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين. അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല, തീർച്ച. وَإِذَا قِيلَ لَهُم مَّاذَا أَنزَلَ رَبُّكُمْ قَالُوا أَسَاطِيرُ الْأَوَّلِينَ. നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും, പൂർവികന്മാരുടെ പുരാണ കഥകൾ തന്നെ. لِيَحْمِلُوا أَوْزَارَهُمْ كَامِلَةً يَوْمَ الْقِيَامَةِ وَمِنْ أَوْزَارِ الَّذِينَ يُضِلُّونَهُم بِغَيْرِ عِلْمٍ أَلَا سَاءَ مَا يَزِرُونَ. തങ്ങളുടെ പാപഭാരങ്ങൾ മുഴുവനായിട്ടും യാതൊരു വിവരവുമില്ലാതെ തങ്ങൾ ആരെയെല്ലാം വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരുടെ പാപഭാരങ്ങളിൽ ഒരു ഭാഗവും ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ വഹിക്കുവാനത്രേ അത് ഇടയാക്കുക. ശ്രദ്ധിക്കുക, അവർ പേറുന്ന ആ ഭാരം എത്ര മോശം. قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. അവരുടെ മുമ്പുള്ളവരും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കെട്ടിപ്പൊക്കിയതിന്റെ അടിത്തറകൾക്ക് തന്നെ അല്ലാഹു നാശം വരുത്തി. അങ്ങനെ അവരുടെ മുകൾ ഭാഗത്തുനിന്ന് മേൽക്കൂര അവരുടെ മേൽ പൊളിഞ്ഞു വീണു. അവർ ഓർക്കാത്ത ഭാഗത്തുനിന്ന് ശിക്ഷ അവർക്ക് വരികയും ചെയ്തു. ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين. പിന്നെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ അവർക്ക് അപമാനം വരുത്തുന്നതാണ്. എനിക്ക് പങ്കുകാരുണ്ടെന്ന് വാദിച്ചുകൊണ്ടായിരുന്നല്ലോ നിങ്ങൾ ചേരി പിരിഞ്ഞു നിന്നിരുന്നത്, അവർ എവിടെ എന്ന് അവൻ